നമ്മൾ ജീവിക്കുന്നൊരു പ്രപഞ്ചമുണ്ട്. ഇവിടെ എല്ലാം നമ്മൾക്ക് വേണ്ടി ഫൈൻ ട്യൂൺ ചെയ്ത് നിർമ്മിക്കപ്പെട്ടതുപോലെയാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇതിനെ ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സ് എന്നാണ് പൊതുവിൽ വിളിക്കാറ്. അതായത് ഈ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന കുറേയേറെ ഘടകങ്ങളുണ്ട്. ഉദാഹരണത്തിന് വിവിധ മൗലിക കണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബലങ്ങൾ, ആ കണങ്ങളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസം, ഏതാണ് വലുത് ഏതാണ് ചെറുത്, ചെറുതിനെ അപേക്ഷിച്ച് വലുത് എത്രത്തോളം വലുതാണ്, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഒരു പ്രത്യേക അളവിലാണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് കാണപ്പെടുന്നത്. ഈ അളവിൽ ചെറിയ മാറ്റം വന്നാൽ തന്നെ ഈ യൂണിവേഴ്സിൽ നമ്മളെപ്പോലുള്ള ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാകും. അതുപോലെ തന്നെ അതിന് അനുബന്ധിച്ച് ഈ ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സ് എന്ന് പറയുന്നതിനോടൊപ്പം പൊതുവിൽ അതിന് സമാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാദമുണ്ട്. അതിനെ നമ്മൾ റെയർ എർത്ത് ഹൈപ്പോത്തസിസ് എന്നാണ് വിളിക്കുന്നത്. അത് നമ്മുടെ ഈ ഭൂമിയുടെ സാഹചര്യം നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളിൽ പെട്ടവരാണ്. ഈ ഭൂമിക്കും ഇതുപോലെ ജീവനെയും നമ്മളെപ്പോലുള്ള ഇൻ്റലിജൻ്റ് ലൈഫിനെയും സപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങൾ ഒരുപോലെ അനുകൂലമായി ഒത്തുചേർന്നിട്ടുണ്ട്. റെയർ എർത്ത് ഹൈപ്പോത്തസിസ് എന്ന് അതിനെ വിളിക്കുന്നു. ഇതിന് രണ്ടിനെയും നമ്മളൊന്ന് പരിശോധിക്കണം. പലപ്പോഴും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പറയാറുള്ളത് നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചം ഒരു കസ്റ്റം മെയ്ഡായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മളുടെ ഗുഡ്വിൽ ആഗ്രഹിക്കുന്ന മനുഷ്യരെപ്പോലുള്ള നമ്മൾക്കുള്ള ജീവികളെ ഇവിടെ നറിഷ് ചെയ്യുന്നതിനും നമുക്ക് ഈ യൂണിവേഴ്സിൽ നിലനിൽക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ആരോ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് പോലെയാണ് എന്നാണ് ഈ വാദത്തെ പലപ്പോഴും വ്യാഖ്യാനിക്കാറുള്ളത്. നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ആശയവും റെയർ എർത്ത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ആശയവും നമുക്ക് ഒന്ന് വളരെ ലഘുവായിട്ടൊന്ന് പരിചയപ്പെടാം. ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചില സംഖ്യകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എല്ലാ ദ്രവ്യത്തെയും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അടിസ്ഥാന കണങ്ങളിൽ, മൗലിക കണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സബാറ്റമിക കണങ്ങളാണ് ഇപ്പോൾ ന്യൂട്രോണും പ്രോട്ടോണും. നമുക്കറിയാം ആറ്റത്തിൻ്റെ നടുക്ക് വളരെ ചെറിയൊരു സ്പേസിലിരിക്കുന്ന ന്യൂക്ലിയസിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉള്ളത്. പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും പലപ്പോഴും നമ്മൾ ഒരേ മാസ്സുള്ള കണികകളായിട്ടാണ് പരിഗണിക്കാറുണ്ടെങ്കിലും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ്സുകൾ തമ്മിൽ വളരെ നേരിയ ഒരു വ്യത്യാസമുണ്ട്. അത് ഈ ആറ്റങ്ങളുടെ സ്ഥിരത, അതിൻ്റെ സ്റ്റെബിലിറ്റി നിർണ്ണയിക്കുന്നതിന് ഒരു പങ്കുള്ളതാണ് ഈ ചെറിയ മാസ് ഡിഫറൻസ്. അതുപോലെ പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്നീ രണ്ട് കണികകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ ഏതാണ്ട് 2000 മടങ്ങ് മാസീവാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക നമ്പറാണ്. അതായത് ഇലക്ട്രോൺ മാസും പ്രോട്ടോൺ മാസും തമ്മിലുള്ള അനുപാതം, ആ റേഷ്യോ ഒരു പ്രത്യേക നമ്പറാണ്. ആ നമ്പറും വളരെ ക്രിട്ടിക്കലാണ്. കാരണം ആ നമ്പർ ചെറുതായിട്ട് മാറിയാൽ നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള ആറ്റങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ പ്രകൃതിയിലെ ചില സ്വാഭാവിക സ്ഥിരാംഗങ്ങൾ, നാച്ചുറൽ കോൺസ്റ്റൻറ്റുകളുണ്ട്. ഇപ്പോൾ പ്ലാങ്ക് കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്ന ഒരു സംഖ്യ, അതുപോലെ നമ്മൾ സി എന്ന് വിളിക്കുന്ന ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗം സി, ഈ കോൺസ്റ്റൻറ്റിന് ഒരു പ്രത്യേക വാല്യൂ ഉണ്ട്. അതൊരു പ്രത്യേക ഫിക്സഡ് നമ്പറാണ്. അപ്പോൾ ഈ നമ്പറുകളെല്ലാം ഈ രൂപത്തിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന രൂപത്തിലുള്ളൊരു പ്രപഞ്ചം സാധ്യമാകില്ല. അതുപോലെ ഈ കണികകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ബലമുണ്ട് എന്ന് കരുതിക്കോളൂ. ഉദാഹരണത്തിന് നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ബലമുണ്ട്. അതാണ് ഈ ആറ്റത്തിൻ്റെ കേന്ദ്രത്തിൽ, ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുപോലെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ബലം. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അത് ഇപ്പോഴുള്ള അതിൻ്റെ ഒരു അളവ്, നമ്മൾ പൊതുവെ ആ ബലത്തിൻ്റെ അളവ് പറയുന്നത് അതിൻ്റെ കപ്ലിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നൊരു സംഖ്യയുടെ കൂടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ കപ്ലിംഗ് കോൺസ്റ്റന്റിൻ്റെ വാല്യൂ അത് ഏതാണ്ട് 2% വ്യത്യാസമുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് ആറ്റങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ കഴിയില്ല. നമുക്ക് അറിയാവുന്ന തരത്തിലുള്ള ആറ്റങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ ഗുരുത്വാകർഷണം, ഇപ്പോൾ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി എടുത്തോളൂ, അത് കൂടുതൽ സ്ട്രോങ് ആയിരുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ ഇപ്പോൾ ഗുരുത്വാകർഷണം പ്രപഞ്ചത്തിൽ എങ്ങനെയാണ്, എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അതിനേക്കാൾ സ്ട്രോങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നക്ഷത്രങ്ങളുടെ രൂപീകരണത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ഗുരുത്വാകർഷണമാണ്. കണികകളെ പരസ്പരം അടുപ്പിച്ച് നിർത്തി ഒരു ഗോളാകൃതി പ്രാപിച്ച് പരസ്പരം ആ ഞെരുക്കം അതിൻ്റെ കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുകയും അതിൻ്റെ കേന്ദ്രത്തിൽ ഈ ഗുരുത്വാകർഷണം കാരണമുള്ള ഞെരുക്കം കാരണം താപനില ഉയരുകയും അങ്ങനെ ഉയർന്ന താപനിലയാണ് ഹൈഡ്രജൻ പോലുള്ള മൂലകങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഹീലിയം എന്ന് ഉണ്ടാക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു അനുപാതമുണ്ട്. ഈ ബലം ഒരു പരിധി ഇപ്പോൾ ഉള്ള ബലത്തേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഗുരുത്വാകർഷണം കുറച്ചുകൂടി ശക്തിയുള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ നക്ഷത്രങ്ങളുടെ നടുക്കോട്ടുള്ള ഞെരുക്കം കൂടുതൽ
സ്ട്രോങ് ആകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ വളരെ വേഗത്തിൽ നടന്നു പോകും. അങ്ങനെ നടന്നു പോകുമ്പോഴുള്ള പ്രശ്നം ഈ നക്ഷത്രങ്ങളുടെ ലൈഫ് ടൈം കുറയും. അപ്പോൾ നക്ഷത്രങ്ങളുടെ ലൈഫ് ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നക്ഷത്രമായിട്ടുള്ള സൂര്യന് ഏതാണ്ട് 500 കോടി വർഷം പഴക്കമുണ്ട്. ഈ 500 കോടി വർഷം പഴക്കത്തിൽ ഈ അത്രയും സമയം എടുത്തിട്ടുണ്ട് ഭൂമിയിൽ ജീവനുണ്ടായി മനുഷ്യനെ പോലുള്ള ഇൻ്റലിജൻറ്റ് ലൈഫ് ഇവോൾവ് ചെയ്ത് വരാൻ. അപ്പോൾ ഈ സൂര്യനുള്ള നക്ഷത്രത്തിന് അത്രയും ആയുസ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളുടേതുപോലുള്ള ഇൻ്റലിജൻറ്റ് ലൈഫ് ഉണ്ടാകാനുള്ള സമയം ലഭ്യമാകുമായിരുന്നില്ല. മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മൾ അസാധ്യമാകുമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ചാർജുകൾക്ക് തമ്മിലുള്ള ആകർഷണമോ ഒക്കെ ഇന്ന് കാണുന്നതിന് വ്യത്യസ്തമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അറിയുന്നത് പോലുള്ള ആറ്റങ്ങൾ ഉണ്ടാകാനും ഈ ആറ്റങ്ങൾക്ക് കെമിക്കൽ ബോണ്ടുകൾ എന്ന് പറയുന്ന രാസബന്ധനങ്ങളിലൂടെ പരസ്പരം യോജിച്ച് തന്മാത്രകളായി മാറി സംയുക്തങ്ങൾ കോമ്പൗണ്ടുകൾ ഉണ്ടായി നമുക്ക് ചുറ്റുമുള്ള ഈ ദ്രവ്യ പദാർത്ഥങ്ങളെ ഈ രൂപത്തിൽ നിർമ്മിക്കാനും സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ വെള്ളം എന്ന് പറയുന്ന തന്മാത്രയ്ക്ക് രൂപം കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമിയിൽ നമുക്കറിയാവുന്നതുപോലുള്ള ജീവൻ അസാധ്യമാകുമായിരുന്നു. ഇതാണ് ഈ ഫൈൻ ട്യൂൺ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം. അതായത് യൂണിവേഴ്സിനെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന ബലങ്ങളായാലും കണികകളായാലും അവയെ നിയന്ത്രിക്കുന്ന അവയുടെ നാച്ചുറൽ കോൺസ്റ്റൻറ്റുകളായിരിക്കുന്ന സംഖ്യകളിൽ ചെറിയ വ്യത്യാസം വന്നാൽ പോലും നമുക്ക് ഇന്നറിയാവുന്ന പ്രപഞ്ചം അസാധ്യമാകുമായിരുന്നു. അപ്പോൾ ഈ ഓരോ കോൺസ്റ്റൻറ്റും ഓരോ സംഖ്യയും വളരെ സൂക്ഷ്മമായി ഫിക്സ് ചെയ്തുകൊണ്ട്, അതിനെയാണ് നമ്മൾ ഫൈൻ ട്യൂണിങ് എന്ന് വിളിക്കുന്നത്. വളരെ സൂക്ഷ്മമായി ഈ സംഖ്യകളെ ഫിക്സ് ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നമുക്ക് അനുകൂലമായി നിർത്തിയിരിക്കുന്നതാണ്, അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കിടപ്പുവശം. ചുരുക്കത്തിൽ ഫൈൻ ട്യൂൺഡ് അല്ലാതിരുന്ന ഒരു പ്രപഞ്ചമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന തന്മാത്രകൾ അസാധ്യമാകുമായിരുന്നു, രാസബന്ധനങ്ങൾ അസാധ്യമാകുമായിരുന്നു, നക്ഷത്ര രൂപീകരണം അസാധ്യമാകുമായിരുന്നു. ഈ ഗ്രഹങ്ങൾ ഉണ്ടായാൽ തന്നെ ഗ്രഹങ്ങളുടെ ചലനം ഇന്ന് കാണുന്നത് പോലെ റെഗുലർ ആകുമായിരുന്നില്ല, അവ കയോട്ടിക്കായി ക്രമരഹിതമായി പോകുമായിരുന്നു. ഇങ്ങനെ പല ഘടകങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ഫൈൻ ട്യൂൺഡ് ആർഗ്യുമെൻറ്റിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രോങ് അനുകൂല ഘടകം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. ഇനി റെയർ എർത്ത് ഹൈപ്പോത്തിസിസ് ആണ്. അത് വേറൊരു അപ്രോച്ചിൽ, വേറൊരു സമീപനത്തിൽ ഇതേ കാര്യമാണ് ഏതാണ്ട് പറയുന്നത് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ഭൂമിയിൽ നമുക്കറിയാവുന്നതുപോലുള്ള നമ്മുടെ പോലുള്ള ഇൻ്റലിജൻറ്റ് ലൈഫ് ഉണ്ടാകുമ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള കുറേയേറെ ഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, ഭൂമി സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിന് ചുറ്റുന്ന ഒരു ഗ്രഹമാണ്. സൂര്യൻ മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റും കറങ്ങുന്ന ആ ഗാലക്സി എന്ന് പറയുന്ന നക്ഷത്ര കുടുംബത്തിലെ ഒരു അംഗമാണ്. ഈ ഗാലക്സി എന്ന് പറയുന്നത് 1,00,000 കിലോമീറ്ററോളം ഡയമീറ്ററുള്ള ഒരു വലിയ വസ്തുവാണ്. അതിൻ്റെ കേന്ദ്രഭാഗത്ത് നക്ഷത്രങ്ങൾ വളരെ ഡെൻസായിട്ട് കാണപ്പെടുന്ന അത്യധികം ഉയർന്ന ഊർജ്ജം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മേഖലകളാണ് ഗാലക്റ്റിക് സെൻറ്റർ എന്ന് പറയുന്ന മേഖല. ഇനി ആ ഗാലക്സിയുടെ സെൻറ്ററിൽ നിന്നും പുറത്തേക്ക് പോകുന്തോറും ഇതിനകത്ത് നക്ഷത്രങ്ങളുടെ സ്വഭാവത്തിലും വ്യത്യാസം വരുന്നുണ്ടാകും, നക്ഷത്രങ്ങളുടെ ഡെൻസിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ടാകും. പ്രത്യേകിച്ച് നക്ഷത്രങ്ങളുടെ മെറ്റാലിസിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഈ ഗാലക്സിയുടെ സെൻറ്ററിൽ നിന്നും വക്കിലേക്ക് പോകുന്തോറും മാറുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്നതിന് ഒരു ഗാലക്സിയുടെ ഒരു പ്രത്യേക റീജിയൻ ഉണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു പ്രത്യേക ദൂരത്തിലുള്ള ഒരു പ്രത്യേക റീജിയൻ, അത് നമ്മൾ ഗാലക്റ്റിക് ഹാബിറ്റബിൾ സോൺ എന്നാണ് വിളിക്കുന്നത്. അവിടെയുള്ള നക്ഷത്രങ്ങളിൽ മാത്രമേ ഈ റൈറ്റ് എമൗണ്ടിലുള്ള മെറ്റാലിസിറ്റി ഉണ്ടാകുകയുള്ളൂ, കൃത്യമായ അളവിൽ. ആ മെറ്റാലിസിറ്റി പല രീതിയിലും പ്രധാനപ്പെട്ടതാണ്. ഇനി ആ ഗാലക്സിയുടെ സവിശേഷതയ്ക്ക് പുറമെ ഈ നക്ഷത്രങ്ങളുടെ ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഒരുപാട് വേഗത്തിൽ കത്തി തീർന്നു പോകുന്ന, വളരെ ആയുസ് കുറഞ്ഞ എന്നാൽ അതേസമയം വളരെ മാസ് കൂടിയ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്ലാനറ്ററി സിസ്റ്റങ്ങളോ ആ പ്ലാനറ്റിൽ തന്നെ ജീവൻ ഉണ്ടായി ഇവോൾവ് ചെയ്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻ്റലിജൻറ്റ് ലൈഫ് ഫോം ഉണ്ടാകാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് നക്ഷത്രങ്ങളുടെ ലൈഫ് ടൈം ഇല്ലാതാകും. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ സ്വഭാവം അത് കറക്റ്റ്, ആ ആയുസ് അത്രയും അവൈലബിൾ ആയിട്ടുള്ള, എന്നാൽ ജീവനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, അപ്പോൾ തീരെ ചെറുതോ തീരെ വലുതോ അല്ലാത്ത ആ കൃത്യമായ അളവിൽ. ഒരുപാട് വലിയ നക്ഷത്രങ്ങളുടെ പ്രത്യേകത അവയുടെ മാസീവായിട്ടുള്ള സ്റ്റാർസ് കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും അത് അൾട്രാ വയലറ്റ് പോലുള്ള കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള റേഡിയേഷൻസ് പുറത്തേക്ക് വിടുകയും ചെയ്യും കൂടുതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജീവൻ്റെ തന്മാത്രകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അവർക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ കൃത്യമായ അളവിലുള്ള ഊർജ്ജം പുറപ്പെടുവിക്കുന്ന നക്ഷത്രങ്ങളുടെ അനുകൂലമായിട്ടുള്ള സ്വഭാവം അത് നമ്മുടെ സൂര്യനുണ്ട്. ഇനി ഗ്രഹങ്ങളുടെ സ്വഭാവം, നമ്മുടെ ഭൂമിയുടെ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമി സൂര്യനിൽ നിന്നും ഒരു പ്രത്യേക ദൂരത്തിലാണ്. അതായത് സൂര്യനോട് ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള കൂടുതൽ എനർജി നമുക്ക് കിട്ടുന്നത് വഴി വെള്ളത്തിന് ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കാൻ സാധിക്കില്ല. വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ ജീവൻ ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകൂ. ഒരുപാട് ദൂരെ ആയിക്കഴിഞ്ഞാൽ വെള്ളം ലിക്വിഡിന് പകരം സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകും.
അപ്പോൾ ഒരുപാട് അടുത്ത് സൂര്യനോട് അടുത്ത് പോയി കഴിഞ്ഞാൽ വെള്ളത്തിന് വാതകാവസ്ഥയിൽ മാറേണ്ടി വരും. ഒരുപാട് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ അത് ഖരാവസ്ഥയിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കും. അവിടെയും ജീവന് അനുകൂലമല്ലാത്ത സാഹചര്യമായിരിക്കും. എന്നാൽ ഒരു പ്രത്യേക ദൂരത്തിൽ അതിനെ ആ നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഹാബിറ്റബിൾ സോൺ, സ്റ്റെല്ലാർ ഹാബിറ്റബിൾ സോൺ എന്നാണ് വിളിക്കുന്നത്. ഭൂമി സൂര്യൻ്റെ ഹാബിറ്റബിൾ സോണിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെള്ളത്തിന് ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കാൻ സാധിക്കും. പിന്നെ ഭൂമിയുടെ സീസൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്റ്റേബിളാണ്. അതിൻ്റെ കാരണം ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനം അതിൻ്റെ ആക്സിസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭൂമിയുടെ സീസൺസ് റെഗുലറാണ്. ഇനി ഭൂമിക്ക് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന ഹാനികരമാകാൻ, ജീവന് അപകടകരമാകാൻ സാധ്യതയുള്ള ഊർജ്ജ കണങ്ങളെ, പ്രത്യേകിച്ച് ആ പ്രോട്ടോൺ ന്യൂട്രോൺ പോലുള്ള ചാർജുള്ള കണികകളെ അത് ട്രാപ്പ് ചെയ്ത് പോളാർ റീജിയനിലേക്ക് കൊണ്ടിറക്കും. നേരിട്ട് ജീവനെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ അതിനുള്ള സാധ്യത കുറയിക്കുന്നുണ്ട് അത്. അപ്പോൾ ഭൂമിയുടെ ജീവമണ്ഡലത്തെ, ബയോസ്ഫിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ, സംരക്ഷിച്ച് നിർത്തുന്നതിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന് വലിയ പങ്കുണ്ട്. അത് ഭൂമിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രഹം എന്ന നിലയിൽ ഭൂമിക്കും ജീവൻ അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്നിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ സാന്നിധ്യം, H2O എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വാട്ടറിൻ്റെ സാന്നിധ്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതും ജീവൻ ഉണ്ടാകുന്നതിലും നിലനിർത്തുന്നതിലും വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ഈ ജലത്തിൻ്റെ ചില രാസ സ്വഭാവങ്ങളും ഭൗതിക സ്വഭാവങ്ങളും, ഉദാഹരണത്തിന് വെള്ളം തണുത്ത് ഫ്രീസ് ചെയ്ത് അതൊരു സോളിഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണ ദ്രാവകങ്ങളെ നമ്മൾ ഖരാവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവയുടെ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഭാരിച്ചതായിട്ട് മാറും, സാന്ദ്രത കൂടിയതായിട്ട് മാറും. വെള്ളത്തിന് അങ്ങനെയല്ല, തിരിച്ചാണ്. ഭാരം കുറയുകയാണ് ചെയ്യുക, അതിൻ്റെ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനന്തരഫലം എന്ന് പറയുന്നത്, ഇപ്പോൾ ടെമ്പറേച്ചർ താഴുമ്പോൾ നമ്മുടെ കടലിലെ വെള്ളം ഐസാകുമെന്ന് വിചാരിച്ചോളൂ. എപ്പോഴും കടലിലെ ഉപരിതലത്തിലെ വെള്ളമായിരിക്കുമല്ലോ ആദ്യം ഐസാകുന്നത്. അപ്പോൾ ഐസാകുമ്പോൾ ഐസിൻ്റെ ഡെൻസിറ്റി വെള്ളത്തെ അപേക്ഷിച്ച് കുറവായതുകൊണ്ട് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനാണ് ശ്രമിക്കുക. അത് സാന്ദ്രത കൂടുതലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെള്ളത്തിന് അടിയിലേക്ക് പോകും. അപ്പം വെള്ളം ഉപരിതലത്തിലുള്ള വെള്ളം സോളിഡായി അകത്തേക്ക് പോകും. അപ്പോൾ പുറത്ത് വരുന്ന ഉപരിതലത്തിലെ വെള്ളം പിന്നെ ഐസായിട്ട് താഴേക്ക് പോകും. ഇത് അങ്ങനെ പോകില്ല, കാരണം ഐസിന് ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കും. അപ്പോൾ താഴെയുള്ള വെള്ളത്തിന് ഹീറ്റ് നഷ്ടപ്പെടില്ല, കാരണം ഐസ് ആ ഹീറ്റ് ലോസിനെ തടയും. അപ്പോൾ താഴെ ഈ ഐസ് പാളിയുടെ അടിയിൽ വെള്ളത്തിന് ദ്രാവകാവസ്ഥയിൽ തന്നെ തുടരാൻ സാധിക്കും. വെള്ളത്തിൻ്റെ ദ്രാവകാവസ്ഥയിൽ നിന്നും ഖരാവസ്ഥയിലേക്ക് പോക്കിൽ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ സമുദ്ര ഉപരിതലത്തിൽ ഐസ് ഉള്ളപ്പോഴും അവിടുത്തെ ജീവികൾക്ക് അതിൻ്റെ താഴെ അപ്പോഴും ജീവിക്കാൻ സാധ്യത ഉണ്ടാവും. അങ്ങനെയുള്ള പല രീതിയിലും ജലം ജീവന് വളരെ അമൂല്യമായിട്ടുള്ള ഒരു രാസവസ്തുവാണ്. അത് ഭൂമിയിൽ ഈ രൂപത്തിൽ ദ്രാവകാവസ്ഥയിൽ നമുക്ക് ധാരാളം ഉണ്ട് താനും. അപ്പോൾ റെയർ എർത്ത് ഹൈപ്പോത്തസിസ് പറയുന്നത് ഇതൊക്കെ വ്യത്യസ്തമായിരുന്നു എന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നമ്മളെപ്പോലുള്ള ജീവികൾക്ക് ജീവിക്കാൻ സാധിക്കില്ല, ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പോൾ ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സും റെയർ എർത്ത് ഹൈപ്പോത്തസിസും നമുക്ക് വേണ്ടി ടൈലർ മെയ്ഡായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പലരും വ്യാഖ്യാനിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരമാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഈ പല ഘടകങ്ങളും ജീവനും നമ്മളെപ്പോലുള്ള ഇൻ്റലിജൻ്റ് ലൈഫിനും അനുകൂലമാണ് എന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം അവിടെ നിൽക്കുമ്പോൾ അതെന്തുകൊണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നതിന് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഏജൻറ്റിനെ അല്ലെങ്കിൽ അത്തരം കാരണങ്ങളെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. സയൻസിൽ ഇന്ന് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്, ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ അവിടെ ഒന്ന് പരിചയപ്പെടാം. ഒന്നിനെ നമ്മൾ വിളിക്കുന്നത് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്നാണ്. അതായത് ഇതിൻ്റെ അടിസ്ഥാനം ഈ പ്രപഞ്ചത്തിലെ പല നമ്പറുകളും പല ഘടകങ്ങളും പല വാല്യൂസും ഈ കൃത്യമായ അളവിലായതുകൊണ്ടാണ് നമുക്ക് അതിജീവനം സാധ്യമായത് എന്നറിയാം. ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു. ഇനി ഇതിലേതെങ്കിലും ഒരു വാല്യൂ മാറി മറ്റൊരു വാല്യൂ ആയിരുന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ ജീവൻ അസാധ്യമാകുമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഇൻ്റലിജൻ്റ് ലൈഫ് ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രപഞ്ചമായിരുന്നു ഇത് എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ആരാണ് ചോദിക്കാൻ പോകുന്നത്? അതായത് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ഇതൊക്കെ കണ്ടെത്തുകയും ആറ്റങ്ങളെക്കുറിച്ചും സബാറ്റമിക കണികകളെക്കുറിച്ചും ബലങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്ന, നിരീക്ഷിക്കുന്ന, ഒബ്സർവർ റോളിലിരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ മനുഷ്യർ. ആ നമ്മുടെ മനുഷ്യരുടെ എക്സിസ്റ്റൻസ് സാധ്യമായത് ഇതെല്ലാം ഈ വാല്യൂസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ വാല്യൂസ് ഇങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ നിലനിൽപ്പ് അസാധ്യമാകുമായിരുന്നുവെന്നും അങ്ങനെ നമ്മളില്ലാതിരുന്ന പ്രപഞ്ചത്തിൽ ഈ ചോദ്യം ഉന്നയിക്കാൻ ആരും ഉണ്ടാകില്ല. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാൻ കഴിവുള്ള ജീവികൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത്തരമൊരു പ്രപഞ്ചത്തിൽ അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതാണ് ആന്ത്രോപിക് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനം. ഈ ആശയത്തെ നമ്മൾ ഒന്നുകൂടി വലുതാക്കിയാൽ
പൊതുവിൽ ഇന്ന് സയൻസിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്. അതിനെ നമ്മൾ മൾട്ടിവേഴ്സ് ഐഡിയ എന്നാണ്. അതായത് പരസ്പരം ഇൻ്ററാക്ട് ചെയ്യാത്ത സമാന്തരമായിട്ടുള്ള ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ട് എന്ന് വിചാരിച്ചോളൂ. പല പ്രപഞ്ചങ്ങൾക്കും പല സ്വഭാവങ്ങളാണ് ഉള്ളത്. അപ്പോൾ ചില പ്രപഞ്ചങ്ങളിൽ ഈ കോൺസ്റ്റൻറ്റുകളുടെ എല്ലാം വാല്യൂ വ്യത്യസ്തമായിരിക്കാം. അങ്ങനെയുള്ള പ്രപഞ്ചങ്ങളിൽ നമ്മുടേതുപോലുള്ള ഇൻ്റലിജൻറ്റ് ലൈഫ് ഉണ്ടാകില്ല. അത്തരം പ്രപഞ്ചങ്ങളിൽ ആരും ഈ ചോദ്യം ചോദിക്കുന്നില്ല. കാരണം ചോദ്യം ചോദിക്കാനുള്ള ഈ ബുദ്ധിയുള്ള ജീവി വിഭാഗം അവിടെ ഇല്ല. അപ്പോൾ ഈ പാരലൽ യൂണിവേഴ്സസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മൾട്ടിവേഴ്സുകൾ എന്ന് വിളിക്കുന്ന ഈ ആശയത്തിൽ തന്നെ ഈ ചോദ്യത്തിലുള്ള ഉത്തരവുണ്ട്. ഈ ചോദ്യം ചോദിക്കാൻ നമ്മളുള്ളത് തന്നെ ആ ചോദ്യം ചോദിക്കാനുള്ള യോഗ്യതയുള്ള കഴിവുള്ള ജീവികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഈ പ്രപഞ്ചത്തിലുള്ളത് കൊണ്ട് മാത്രമാണ്. അതില്ലാത്ത പ്രപഞ്ചങ്ങളിൽ ഈ ചോദ്യം ഉണ്ടാകില്ല. അപ്പോൾ ഈ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ ആശയം ഇന്ന് നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിലെ പല സിദ്ധാന്തങ്ങളിലും നമ്മൾ കാണാൻ പോകുന്ന ഒന്നാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ക്വാണ്ടം ഭൗതികത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരേ സമയം പല അവസ്ഥകളിൽ കാണുന്ന കണികകളെ നമ്മൾ പരിചയപ്പെടും. നമ്മളവയെ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ക്വാണ്ടം ഭൗതികത്തിൻ്റെ വളരെ അടിസ്ഥാനമായിട്ടുള്ളൊരു സവിശേഷതകളിലൊന്നാണ് ഈ പല സ്റ്റേറ്റുകളിൽ പല അവസ്ഥകളിൽ ഒരേ സമയം ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഭൗതികമായി നമുക്ക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? ഇത് പരീക്ഷണങ്ങളിലൂടെ പല തവണ വളരെ അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടൊരു ഘടകമാണ്. അത്തരമൊരു വസ്തുതയാണ് ഈ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അത് അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള നമ്മുടെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയെടുത്ത ഈ ലോകത്തെക്കുറിച്ചുള്ള ധാരണയിൽ ഇത് നമുക്ക് കൗണ്ടർ ഇൻഡ്യൂറ്റീവായിട്ട് തോന്നും. നമുക്കത് നോൺസെൻസ് ആയിട്ട് തോന്നും. നമ്മുടെ ഒരു പ്രപഞ്ച ധാരണകളുമായിട്ട് യോജിക്കുന്നില്ല. ഒരേ സമയം ഒരു വസ്തുവിന് എങ്ങനെയാണ് പല അവസ്ഥകൾ കാണപ്പെടാൻ സാധിക്കുക? അപ്പോൾ ആ ഒരു ചോദ്യത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം നമുക്കറിയാം, സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് എന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാനുള്ള ശ്രമത്തിനിടയിൽ നമ്മൾ ഇൻവോക്ക് ചെയ്തിട്ടുള്ള ഒരു ആശയമാണ് ഈ മെനി വേൾഡ് ഹൈപ്പോത്തസിസ്. അതായത് ഒരു ഇലക്ട്രോൺ അപ്പ് സ്പിന്നിലും ഡൗൺ സ്പിന്നിലും രണ്ട് അവസ്ഥകളിൽ സാധിക്കുന്നു, രണ്ട് അവസ്ഥകളിലും അതിനിരിക്കാൻ സാധിക്കും എന്ന് ക്വാണ്ടം ഭൗതികം പറയുമ്പോൾ നമ്മളതിനെ നിരീക്ഷിക്കുമ്പോൾ അത് അപ്പ് സ്റ്റേറ്റിലാകാം ഡൗൺ സ്റ്റേറ്റിലാകാം. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം പാരലൽ വേൾഡ് അല്ലെങ്കിൽ മെനി വേൾഡ് ഐഡിയയിൽ പറയുന്നത് ഒരു പ്രപഞ്ചത്തിൽ അത് അപ്പ് സ്റ്റേറ്റിലും മറ്റൊരു പ്രപഞ്ചത്തിൽ അത് ഡൗൺ സ്റ്റേറ്റിലും ആയിരിക്കും. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അത് ഏത് യൂണിവേഴ്സിലാണ് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അതുപോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഷ്രോഡിംഗർ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ചിന്താ പരീക്ഷണമുണ്ട്. അതായത് ഒരു പെട്ടിക്കുള്ളിൽ അടച്ചിരിക്കുന്ന ഒരു പൂച്ച, ആ പൂച്ചയുടെ ലൈഫ് അതിനുള്ളിലിരിക്കുന്ന ഒരു ആറ്റമിക് സാമ്പിളിൻ്റെ ഒരു റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു ആറ്റം സാമ്പിളിൻ്റെ അവസ്ഥയുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ആറ്റം ഡീക്കേ ചെയ്താൽ ഒരു വിഷം റിലീസായി ആ പൂച്ച ചത്തുപോകും. ആ ആറ്റം ഡീക്കേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പൂച്ച ജീവനോടെ ഇരിക്കും. പക്ഷേ ആ ബോക്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല. അതിനകത്തിരിക്കുന്ന ആറ്റം ഡീക്കേ ചെയ്തോ ഇല്ലയോ എന്ന് പറയാൻ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല, നിരീക്ഷിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്നത് വരെ ആ ആറ്റത്തിൻ്റെ ഈ അവസ്ഥ അത് ഒരേ സമയം ഈ ഡീക്കേ ചെയ്തതല്ലാത്തതുമായിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ മൈക്രോസ്കോപ്പിക്കലി ഇത് നമുക്ക് മനസ്സിലാവും. പക്ഷേ പൂച്ച എന്ന് പറഞ്ഞ മാക്രോസ്കോപ്പിക് അവസ്ഥയിൽ നമുക്കത് കോമൺ സെൻസിന് നിരക്കുന്നതല്ല. പക്ഷേ ഇവിടെ ഈ പരീക്ഷണത്തിൻ്റെ പ്രത്യേകത ഒരു മൈക്രോസ്കോപ്പിക് അവസ്ഥയുമായിട്ട് ഈ മാക്രോസ്കോപ്പിക് അവസ്ഥ ലിങ്ക്ഡ് ആണ്. അപ്പോൾ ആ പെട്ടിയിലേക്ക് നമ്മൾ നിരീക്ഷിക്കുന്നത് വരെ, ആ ആറ്റം ഡീക്കേ ചെയ്തോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുന്നത് വരെ ആ പൂച്ച ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചുപോയോ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. അവ രണ്ടും ചേർന്ന ഒരു അവസ്ഥയിലാണ് പൂച്ച എന്ന് പറയാൻ. ഇതാണ് ഷ്രോഡിംഗർ ക്യാറ്റ് പരീക്ഷണം അല്ലെങ്കിൽ ചിന്താ പരീക്ഷണത്തെക്കുറിച്ച് പൊതുവെ നമ്മൾ വിവരിക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് പറയുന്നത്, നമ്മൾ നിരീക്ഷിക്കുമ്പോൾ പൂച്ച ജീവിച്ചിരിക്കുന്നതാവാം അല്ലെങ്കിൽ അത് മരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഒരേ സമയം രണ്ടവസ്ഥയിലാണെന്ന് പറയുമ്പോൾ ഈ പാരലലായിട്ടുള്ള പല പ്രപഞ്ചങ്ങളിൽ ഒന്നിൽ പൂച്ച ജീവിക്കുന്നുണ്ടാകും, മറ്റൊന്നിൽ പൂച്ച ജീവനോടെ മരിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയില്ല നമ്മൾ ഏത് പ്രപഞ്ചത്തിലാണുള്ളത് അല്ലെങ്കിൽ ഏത് പ്രപഞ്ചത്തിലാണ് നിരീക്ഷണം നടക്കുന്നതനുസരിച്ചിട്ട് അത് പല പ്രപഞ്ചങ്ങളിൽ അതിന് സമാന്തര അസ്തിത്വങ്ങൾ ഉണ്ട് എന്നാണ് ഈ മെനി വേൾഡ് ഹൈപ്പോത്തസിസ് പറയുന്നത്. അതുപോലെ സ്ട്രിംഗ് തിയറി, ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ചേരുവ അന്വേഷിക്കുന്ന ശ്രമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഇന്ന് സ്ട്രിംഗ് തിയറി എന്ന് വിളിക്കുന്ന സിദ്ധാന്തം. അത് പൊതുവിൽ കുറേ സമവാക്യങ്ങളാണ്, ഗണിതപരമായിട്ടാണ് അത് പ്രപഞ്ചത്തെ കാണുന്നത്. അതിൽ ചില ഗണിത സമവാക്യങ്ങളുടെ സൊല്യൂഷൻസ് ആണ് പ്രപഞ്ചം എന്താണെന്ന് നമ്മളോട് പറയുന്നത്. പക്ഷേ സ്ട്രിംഗ് തിയറിയിൽ പലതരം സൊല്യൂഷൻസ് നമുക്ക് സാധ്യമാണ്. അവയെ നമ്മൾ വാക്വ എന്നാണ് വിളിക്കുന്നത്. ആ ഓരോ സൊല്യൂഷൻസിലും ഓരോ പ്രപഞ്ചത്തിലെ ഓരോ തരം ഭൗതിക സവിശേഷതകളാണ്. ഈ നമ്മൾ പറഞ്ഞ കോൺസ്റ്റൻറ്റുകൾ എന്ന് വിളിച്ച സംഖ്യകൾ ഒരു ഡിഫറൻറ്റ് സെറ്റ് ഓഫ് കോൺസ്റ്റൻസ് ആയിരിക്കും ഒരു പ്രപഞ്ചത്തിന്. മറ്റൊരു പ്രപഞ്ചത്തിന് ഈ സെറ്റിലെ നമ്പേഴ്സ് വ്യത്യസ്തമായിരിക്കും. അതിൽ ഏതൊക്കെ പ്രപഞ്ചങ്ങളിലാണോ ഈ നമ്പേഴ്സ് നമ്മൾ ഈ പറയുന്ന നമ്മുടേതുപോലുള്ള ജീവികളും ഉണ്ടാകുന്നതിന് അനുകൂലമായിട്ടുള്ള സെറ്റായിരിക്കുന്നത്, അവിടെ മാത്രമേ ഇത്തരം ജീവികൾ ഉണ്ടാകൂ. അപ്പോൾ നമ്മൾക്കറിയാത്ത, നമ്മുടെ പോലെ ജീവൻ സാധ്യമല്ലാത്ത പാരലൽ യൂണിവേഴ്സുകൾ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടാകാം.
അപ്പോൾ അവിടെ ആരും ഈ ചോദ്യം ചോദിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് ഇതൊരു സർവൈവർഷിപ്പ് ബയാസിൻ്റെ പ്രശ്നം ആകാം. അതായത് പല നമ്മൾ സർവൈവർഷിപ്പ് ബയാസിനെ കുറിച്ച് ഇതേ ചാനലിൽ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞത് നമ്മൾ സാമ്പിളുകളെ പരിശോധിക്കുമ്പോൾ നമ്മൾ ചില സാമ്പിളുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സാമ്പിളുകൾ എന്തെങ്കിലും ഒരു സെലക്ഷൻ പ്രോസസ്സിൽ നിന്നും വിജയിച്ചു വരുന്ന സാമ്പിളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നും കണ്ടെത്തുന്ന വ്യാഖ്യാനം തെറ്റായിരിക്കും. കാരണം നമ്മൾ ആ മുഴുവൻ സാമ്പിളുകളും കാണുന്നില്ല. ഒരു സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് വരുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മാത്രം ഗുണഗണങ്ങൾ വെച്ചിട്ട് മുഴുവൻ സംഗതി ഇങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിച്ച് കളയും. അപ്പോൾ ജീവന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള പ്രപഞ്ചങ്ങളിൽ മാത്രമാണ് നമ്മളെപ്പോലെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഇത്തരം ഘടകങ്ങൾ അവശ്യ വസ്തുതയാണ്. അതുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കാൻ ആളുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവെക്കുമ്പോഴുള്ള പ്രശ്നം ഈ ഒരു പ്രത്യേക ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണല്ലോ നമ്മളിത് കൊണ്ടുവരുന്നത്. അതായത് ഇതെല്ലാം കൃത്യമായി ഈ വാല്യൂസ് എങ്ങനെ വന്നു, ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് നമ്മളൊരു സൂപ്പർ നാച്ചുറൽ ഏജൻറ്റിനെ ഒരു ക്രിയേറ്റർ ഐഡൻറ്റിറ്റി അവിടെ കൊണ്ടുവെക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഈ ക്രിയേറ്റർ ഐഡൻറ്റിറ്റി അവിടെ കൊണ്ടുവരുന്നതോടുകൂടി ഉത്തരമില്ലാത്ത 100 കണക്കിന് ചോദ്യങ്ങൾ പുതുതായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ക്രിയേറ്റർ ഐഡൻറ്റിറ്റി എവിടെ നിന്നുണ്ടായി, അതെങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, അത് പ്രപഞ്ചത്തിൻ്റെ മറ്റ് വസ്തുതകളുടെ ചേരുവിൽ നിന്ന് എന്ത് രീതിയിൽ വ്യത്യസ്തമാണ്. കാരണം അത് ഒരുപാട് രീതിയിൽ വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ക്രിയേറ്റർ ഐഡൻറ്റിറ്റിയുടെ ഈ ഒരു വസ്തുതയ്ക്ക് നിലനിൽപ്പുള്ളൂ. അത് നമുക്കറിയാവുന്ന ഒരുപാട് ഭൗതിക നിയമങ്ങളെ അത് തെറ്റിക്കുന്നുണ്ടാവും. അതെങ്ങനെ സാധ്യമാകും? അപ്പോൾ സത്യത്തിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് നമ്മൾ ഇത്തരം സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ സത്യത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരത്തിന് വേണ്ടിയിട്ട് നമ്മൾ 100,000 ഉത്തരമില്ലാത്ത പുതിയ ചോദ്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ മാത്രമാണ് ഫൈൻ ട്യൂൺഡ് ആയിരിക്കുന്നത്. അതിൽ അത്ര സൂപ്പർ നാച്ചുറലായിട്ടോ അത്ര കൗതുകകരമായിട്ടോ സത്യത്തിൽ ഒന്നുമില്ല എന്നതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള വസ്തുതകൾ നമ്മളോട് പറയുന്നത്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.